ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് 11 മുതൽ മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വേഴഗ്രഹം നേർസഞ്ചാരത്തിൽ വരുന്നു. അതായത് മാർച്ച് 11 മുതൽ ജൂൺ 1 വരെ മിഥുനം രാശിയിൽ ഗുരുഗ്രഹം നേർസഞ്ചാരത്തിലാകുന്നതിൻ്റെ ഗുണഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. പൊതുവെ 2026 മാർച്ച് 11 മുതൽ വേഴഗ്രഹം മിഥുനം രാശിയിൽ നേർസഞ്ചാരത്തിലാകുകയാണ്. അത് ജൂൺ 1 വരെ മിഥുനം രാശിയിൽ ഗുരുഗ്രഹം നേർസഞ്ചാരത്തിലാകും. ഇപ്പോൾ ഗുരുഗ്രഹം നേർസഞ്ചാരത്തിലാകുക എന്ന് പറയുമ്പോൾ, ഗുരു എന്ന് പറയുമ്പം തന്നെ വേഴഗ്രഹം എന്ന് പറയുമ്പോൾ ധനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും സന്താന വിഷയങ്ങളുടെയും ഉയർന്ന ചിന്ത, സത്പ്രവർത്തികൾ, ഈശ്വര കടാക്ഷം, ഗുരുത്വം, ഇവകളുടെയൊക്കെ ഗ്രഹമാണ് ഗുരുഗ്രഹം. ഇപ്പോൾ 2025 അതായത് ഡിസംബർ 5 മുതൽ മാർച്ച് 10 വരെ ആ ഗുരുഗ്രഹം മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ സർവീശ്വരകാരകനായിട്ടുള്ള ഗുരുഗ്രഹം മാർച്ച് 11 മുതൽ മിഥുന രാശിയിൽ നേർസഞ്ചാരത്തിലാകുക എന്ന് പറയുമ്പോൾ അത് പൊതുവെ പല കാര്യങ്ങളിലും നമുക്ക് നിലവിലുള്ള സംശയങ്ങൾ, തടസ്സങ്ങൾ, മെല്ലപ്പോക്ക്, ഇവയിലൊക്കെ സഡനായിട്ടുള്ള മാറ്റങ്ങൾ വരികയും നമ്മുടെ സംശയങ്ങളൊക്കെ മാറുകയും നമുക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുകയും കാര്യങ്ങളെല്ലാം വേഗത്തിലാകുകയും ചെയ്യുന്ന ഒരവസ്ഥ ആ ഗുരു നേർസഞ്ചാരത്തിൽ വരിക വഴി ഉണ്ടാകും. ഇപ്പോൾ ഓരോ കൂറുകാർക്കും ഓരോ ലഗ്നക്കാർക്കും വേഴഗ്രഹം ആ ജാതകത്തിൽ ഏത് ഭാവത്തിൻ്റെ അധിപതിയാണ് എന്നുള്ളതും, അതുപോലെ മിഥുനം രാശി എന്ന് പറയുന്നത് അവരുടെ ഏത് ഭാവരാശിയായിട്ട് വരും എന്നുള്ളതിനനുസരിച്ച്, അപ്പോൾ അതിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ഗുരുവിൻ്റെ മിഥുനം രാശിയിലെ നേർസഞ്ചാരം വ്യത്യസ്തമായിട്ടുള്ള ഗുണഫലങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും വേഴഗ്രഹം മിഥുനം രാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് വേഴഗ്രഹം മിഥുനം രാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം. ഇപ്പം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 9ഉം 12ഉം ഭാവാധിപനാണ് ഗുരു. ആ 9ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു അവരുടെ 3-ാം ഭാവരാശി, മിഥുനം രാശി മേടക്കൂറുകാരുടെ 3-ാം ഭാവരാശിയാണ്. അവിടെ മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേഴഗ്രഹം മാർച്ച് 11 മുതൽ ആ മിഥുനം രാശിയിൽ 3-ാം ഭാവരാശിയിൽ നേർസഞ്ചാരത്തിലാകുകയാണ്. 3-ാം ഭാവരാശി എന്ന് പറയുന്നത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടരാശിയല്ല എങ്കിലും അത് ഉപജയരാശിയാണ്. അപ്പോൾ പൊതുവെ 3-ാം ഭാവസംബന്ധമായിട്ട്, അതായത് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാൽ തന്നെയും നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി ആ ഗുരുവിൻ്റെ 3-ാം ഭാവരാശിയിലെ നേർസഞ്ചാരം കൊണ്ടുണ്ടാകും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മുഖാന്തരം നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനൊക്കെ സ്മൂത്താകും, സൗഹൃദങ്ങളെല്ലാം വിപുലമാകും, അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നേരെയാകുന്ന സമയമാണ്. പൊതുവേ നമുക്ക് നമ്മുടെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ നമ്മൾ പ്രഭാഷണത്തിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അവരുടെ ആ ഫീൽഡിലുണ്ടായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. സഹോദരങ്ങളാലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. കാരണം ഗുരു ഭാഗ്യഭാവാധിപനാണ്. ആ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് 3-ാം ഭാവരാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നത്.
മാത്രമല്ല ഗുരു 12ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് 12ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 3ാം ഭാവരാശിയിൽ ഇങ്ങനെ നേർസഞ്ചാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക്, അതായത് സഹോദരങ്ങൾക്ക് വേണ്ടിയോ, അതുപോലെ തന്നെ നമുക്ക് യാത്രകൾക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ നമുക്ക് വസ്തു വിഭജനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ രേഖകളൊക്കെ തയ്യാറാക്കുന്നതിന്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പഠനം, തൊഴിൽ, ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ അല്പം ചിലവ് ഈ സമയത്ത് ഉണ്ടായി എന്നും കൂടെ വരാം. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവായിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പം 3ലെ ഗുരു എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ശുഭാപ്തി വിശ്വാസം നൽകും. നമുക്ക് നമ്മുടെ സംസാരത്തിലൊക്കെ ഒരു തത്വചിന്ത, താത്വികമായിട്ടുള്ള ഒരു സ്പർശം അവിടെ ഉണ്ടാകും എന്ന് പറയാം. അപ്പോൾ ഈ 3ാം ഭാവരാശി മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 3ലെ ഗുരു എന്ന് പറയുന്നത് സ്ഥാനബലം ഗുരുവിന് ഇല്ല എങ്കിൽ തന്നെയും ആ ഗുരുവിന് ദൃഷ്ടിബലമുണ്ട്. അതായത് 7, 9, 11 ഭാവരാശികളിൽ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ 7ലും 9ലും 11ലും ഗുരു ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇപ്പം 7ാം ഭാവരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ വിവാഹം ആലോചനകളിൽ വന്ന മെല്ലപ്പോക്ക്, അല്ലെങ്കിൽ വന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ തന്നെ സഡനായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അത് വിവാഹ ആലോചനകളൊക്കെ സ്മൂത്ത് ആകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ 7ാം ഭാവരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പം നമുക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഗുരു നേർസഞ്ചാരത്തിൽ വഴി ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ മേരിറ്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ തന്നെയും അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്കോ ഷോപ്പിങ്ങിനോ ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ പോക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ആ ബിസിനസ്സിൽ ഒരു വേഗതയൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. ബിസിനസ്സിൽ ലാഭവർദ്ധനവിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്കൊക്കെ വിജയം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഈ ഗുരുവിൻ്റെ നേർസഞ്ചാരം കൊണ്ട് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി ഉണ്ടാകും. ജീവിത പങ്കാളി വഴിയൊക്കെ നേട്ടങ്ങളോ ഒക്കെ ഉണ്ടാകാൻ ആ 7ാം ഭാവരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടി, നേർസഞ്ചാരത്തിലുള്ള ദൃഷ്ടി വരുന്നത് കൊണ്ട് അത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി ഗുരു ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം 9ാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ആ 9ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 9ാം ഭാവരാശിയിലെ നേർസഞ്ചാരത്തെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഭാഗ്യസ്ഥാനത്തേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ ഭാഗ്യഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് ഈ മാർച്ച് 11 മുതൽ ജൂൺ 1 വരെയുള്ള സമയമെന്ന് പറയുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഈ കുറുകാർക്കുണ്ടാകും എന്ന് തന്നെ പറയാം. അത് ചിലപ്പോൾ സ്പൗസ് വഴിയാകാം, ചിലപ്പോൾ ബിസിനസ് വഴിയാകാം, ചിലപ്പോൾ പിതാവ് വഴിയാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോറിൻ റിലേഷൻ വഴിയൊക്കെ ആകാം. അങ്ങനെ നമുക്ക് ചില നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ പിതാവുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. ഉന്നത പഠനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. വിദേശത്തൊക്കെ ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് ആ 9ലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി, 9ാം ഭാവാധിപൻ 9ൽ തന്നെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ഗുണം ചെയ്യും. മാത്രമല്ല നമുക്ക് ആത്മീയപരമായിട്ട് ഒരു ചിന്ത കൂടുന്ന സമയമായിരിക്കും. പൂർവ്വ പുണ്യ സുഹൃതമൊക്കെ അനുഭവപ്പെടുന്ന സമയമായിരിക്കും. ഇപ്പോൾ 7ര ശനിയൊക്കെ അനുഭവപ്പെടുന്നവരാണ് പ്രത്യേകിച്ചും മേടക്കൂറുകാർ. അപ്പോൾ ആ 7ര ശനിയുടെ സമയം കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷാനുഭവങ്ങൾ ഒരു പരിധി വരെ അത് നിയന്ത്രിക്കുന്നതിന് ആ ഗുരുവിൻ്റെ പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ വിദേശയാത്രകൾ, അതുപോലെ ആതുര പ്രവൃത്തി, ഭാവി കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും ആ 9ലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാവുന്നത്. ഗുരു 11ലും ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇച്ഛാപൂർത്തി സ്ഥാനത്തും ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നേർസഞ്ചാരത്തുള്ള ദൃഷ്ടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ധനാപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ധനനേട്ടം, പ്രത്യേകിച്ച് വിവിധ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ധനാഗമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ചില ആഗ്രഹങ്ങൾ നമുക്ക് ഈ സമയത്ത് നടക്കും എന്ന് തന്നെ പറയാം. ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. വിവേക ബുദ്ധിയൊക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഏത് കാര്യവും ആസൂത്രണം ചെയ്യാനൊക്കെ അനുകൂലമായ സമയമാണ്. ഇപ്പം നെറ്റ്വർക്കിംഗ്, മാർക്കറ്റിംഗ്, പഠനം, അതുപോലെ പ്രഭാഷണം, ഇവയുമായിട്ട് ഒക്കെ തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും ഈ 11 ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ പൊതുവെ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ 3 ഗുരു സ്ഥാനബലമില്ല എങ്കിൽ തന്നെയും ഇഷ്ടഭാവങ്ങളിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് അവർക്ക് ഗുണാനുഭവം കൂടുന്ന സമയമായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഈ ഗുരു മിഥുനം രാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അതുപോലെ രോഹിണി, മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, ഇടവലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറയുന്നത് അവരുടെ അഷ്ടമ ഭാവാധിപനുമാണ്, 11ാം ഭാവാധിപനുമാണ്. അപ്പോൾ 8ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ അവരുടെ ധനസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഈ ഡിസംബർ 5 മുതൽ ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ധനസ്ഥാനത്ത്. അപ്പോൾ ഈ മാർച്ച് 11 ആകുമ്പോൾ ആ ഗുരു നേർസഞ്ചാരത്തിൽ വരികയാണ്. അപ്പോൾ 2ാം ഭാവത്തിലാണ് ആ ഗുരു നേർസഞ്ചാരത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവരാശി എന്ന് പറയുന്നത് ഇഷ്ടരാശിയാണ്. അത് ഗുരുവിന് സ്ഥാനബലം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പൊതുവെ നമുക്ക് ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയം, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് നേരെയാക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി ആയിരിക്കും ആ ഗുരു 2ാം ഭാവരാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരിക വഴി ഉണ്ടാകുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും. സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നു. ധനഭദ്രത ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. കുടുംബത്തിലൊക്കെ നമുക്ക് ഉത്തരവാദിത്വം കൂടും. കുടുംബത്തിൽ ഒരു കമ്മിറ്റ്മെൻ്റൊക്കെ കുറവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ മാറി കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ് കൂടുന്നതിനും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ നല്ല ഇൻ്ററാക്ഷനൊക്കെ നടത്തുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. ജ്യേഷ്ഠ സഹോദരനുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും. ജ്യേഷ്ഠ സഹോദരൻ വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. കാരണം 11ാം ഭാവാധിപനും കൂടിയാണ് ആ ഗുരു. ആ ഗുരു 2 നേർസഞ്ചാരത്തിൽ വരുമ്പോൾ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരന്മാർ വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഒക്കെ തന്നെ നമുക്ക് സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ബാങ്കിങ് ബിസിനസ്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാകും. ഉന്നതരുമായിട്ടുള്ള കുടുംബ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് അവർക്കും വളരെ ആ ബിസിനസ്സിൽ വലിയ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ഉന്നതരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ അവർക്ക് വളരെ ഗുണം ചെയ്യുന്ന സമയമാണ്. കുടുംബത്തിലൊക്കെ ചിലപ്പോൾ മംഗളകർമ്മങ്ങൾ ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഗുരു അഷ്ടമ ഭാവാധിപനാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു 2 നേർസഞ്ചാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില സോഴ്സ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ ജോയിൻ്റ് സംരംഭങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകാം. ജോയിൻ്റ് അസറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ ആ 2 ഗുരു നേർസഞ്ചാരത്തിൽ വരിക വഴി ഉണ്ടാകും. പ്രത്യേകിച്ച് 2 നിൽക്കുന്ന ഗുരു അതിൻ്റെ 5ാം ഭാവമായ ഈ കൂറുകാരുടെ 6ാം ഭാവരാശിയിലാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ 6ാം ഭാവരാശിയിൽ ഗുരു ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും വ്യവഹാരങ്ങളുണ്ടെങ്കിൽ, കേസുകളുണ്ടെങ്കിൽ ആ കേസുകൾ വഴിയൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീർപ്പ് അല്ലെങ്കിൽ വിധി നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള സമയവും കൂടെയാണ്. അതുപോലെ ഈ കടബാധ്യത കുറയ്ക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നമുക്ക് ഈ സമയത്തുണ്ടാകും. കടബാധ്യത കുറയ്ക്കും. അതുപോലെ സന്താനങ്ങളുടെയൊക്കെ ഒരു സഹായം ഈ നമുക്ക് പ്രത്യേകിച്ച് ഈ കടബാധ്യത കുറയ്ക്കുന്നതിനൊക്കെ നമുക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ചലഞ്ചസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്
ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ ഈ 6-ലെ ഗുരുവിൻ്റെ നേർസഞ്ചാരത്തിലുള്ള ദൃഷ്ടി വഴിതെളിക്കുമെന്ന് പറയാം. തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും കേസുകളുള്ളവർക്ക് ആ തൊഴിലിൽ കേസിലൊക്കെ നമുക്ക് വിജയം ഉണ്ടാകും. അതുപോലെ ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ നമുക്ക് വിഫലമാക്കാൻ കഴിയുന്ന സമയവും കൂടിയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന സമയമായിരിക്കും ഗുരു മാർച്ച് 11 മുതൽ നേർസഞ്ചാരത്തിൽ വരികയും അവരുടെ 6-ാം ഭാവരാശി ദൃഷ്ടി ചെയ്യുക വഴിയും ഉണ്ടാകുന്നത്. മാത്രമല്ല 2 നിൽക്കുന്ന ഗുരു അവരുടെ അഷ്ടമഭാവം, അതായത് ആ 2-ാം ഭാവത്തിൻ്റെ 7-ാം ഭാവമായ അഷ്ടമരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അഷ്ടമരാശിയിലൊക്കെ അഷ്ടമഭാവാധിപനായിട്ടുള്ള ഗുരു ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് റിസർച്ച്, ഇപ്പം നമുക്ക് ഈ ഗവേഷണം അതുപോലെ ഒക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലെന്തെങ്കിലുമൊക്കെ മെല്ലപ്പോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പെട്ടെന്ന് മാറും. ശാസ്ത്രജ്ഞന്മാർക്ക് അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ആഡിറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അന്വേഷണ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർ, അവർക്കൊക്കെ തന്നെ ഈ അഷ്ടമഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമരാശിയിൽ നേർസഞ്ചാരത്തിൽ ദൃഷ്ടി ചെയ്യുന്ന വഴി അവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസൊക്കെ മാറി ആ ഇൻഹെറിറ്റൻസ് വഴിയുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. പൂർവ്വ പുണ്യ സുഹൃതമൊക്കെ അനുഭവപ്പെടുന്ന സമയം എന്ന് പറയാം. മാത്രമല്ല ജോയിൻ്റ് സംരംഭങ്ങളിൽ പങ്കാളികളായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദായം കൂടുന്നതിനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ ഫാമിലിയുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളൊക്കെ മാറി അവരുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടാകുന്നതിനും ഈ ഗുരുവിൻ്റെ അഷ്ടമരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും. പൊതുവെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബത്തിലൊക്കെ അങ്ങക്ക് ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മദറില്ല ഫാദറില്ല, അവർക്കൊക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഗുരുവിൻ്റെ നേർസഞ്ചാരം കൊണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഗുരു 2 നിന്ന് നേർസഞ്ചാരത്തിൽ 2 സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്നിട്ട് ആ ഗുരു കർമ്മസ്ഥാനത്തേക്കും കൂടെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പം തൊഴിലിൽ നമുക്ക് ചില പോസിറ്റീവായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് പറയാം. അപ്പം നമുക്ക് തൊഴിലിടത്ത് സുഖാനുഭവം ഉണ്ടാകും എന്ന് പറയും. കരിയർ വഴി ധനാഗമം കൂടാൻ സാധ്യതയുണ്ട്. തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. മാത്രമല്ല 10-ാം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ 11 സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഒരു തൊഴിലിടത്ത് സാലറി ഹൈക്കിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും ആ ഗുരുവിൻ്റെ 10-ലെ ആ ദൃഷ്ടിക്ക് വഴിതെളിക്കും. വർക്കിലൊക്കെ കോൺസെൻട്രേഷൻ ഉണ്ടാകും. പ്രായോഗികമായിട്ടുള്ളൊരു ബുദ്ധിയൊക്കെ നമുക്ക് തൊഴിലിടത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അതൊക്കെ തൊഴിൽ നമുക്ക് ഗുണം ചെയ്യും എന്ന് പറയാം. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. പൊതുവെ ഉന്നത തത്വങ്ങളിലൊക്കെ ആകൃഷ്ടനാകുന്ന സമയം എന്ന് തന്നെ പറയാം. തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ തന്നെ സഹോദരങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാകുന്ന സമയവും കൂടെ ആയിരുന്നു എന്നുകൂടെ മനസ്സിലാക്കുക. പൊതുവെ തൊഴിലിടത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ആദരവ്, അംഗീകാരം, എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു സൽപ്പേര് തൊഴിലിടത്ത് നമുക്കുണ്ടാകും എന്ന് തന്നെ പറയാം. അത് സോഷ്യൽ സ്റ്റാറ്റസൊക്കെ ഉയർത്തുന്നതിന് ആ 10-ലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. പൊതുവേ നമുക്ക് കുടുംബത്തിലൊക്കെ നമ്മുടെ പേര് നമുക്കൊരു ഒക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. കുടുംബ അംഗങ്ങളൊക്കെ ഒന്നിച്ച് കൂടുന്നതിനും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനും ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ഗുരുവിൻ്റെ 2-ാം ഭാവരാശിയിലെ നേർസഞ്ചാരം വഴി ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. തൊഴിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. കുടുംബ ബന്ധമൊക്കെ ശക്തമാകുന്ന സമയമായിരിക്കും. ധനപരമായിട്ടും നേട്ടം ഉണ്ടാകുന്ന സമയമാണ് ഈ ഗുരു 2-ാം ഭാവരാശിയിൽ നേർസഞ്ചാരത്തിൽ വരിക വഴി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഗുരു മിഥുനം രാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം. മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, അതുപോലെ പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുരു എന്ന് പറയുന്നത് അവരുടെ 7-ഉം അതുപോലെ 10-ഉം ഭാവാധിപനാണ്. 7-ഉം 10-ഉം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 5 മുതൽ ആ ജന്മരാശിയിൽ ഗുരു വക്രത്തിലാണ്. മാർച്ച് 11 മുതൽ ജന്മലഗ്നരാശിയിൽ നിൽക്കുന്ന വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗുരു മാർച്ച് 11 മുതൽ നേർസഞ്ചാരത്തിൽ വരുന്നു. ജൂൺ 1 വരെ ആ ഗുരു
ജന്മരാശിയിൽ നേർസഞ്ചാരത്തിൽ ആയിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ നേർസഞ്ചാരത്തിലാകുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ ഗുരു വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വം, നമുക്ക് ആത്മജ്ഞാനമൊക്കെ കൂടും, നമ്മുടെ ആത്മവിശ്വാസം, ഇപ്പോൾ വക്രത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ അല്പം ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ആത്മവിശ്വാസക്കുറവൊക്കെ മാറും. നമുക്കൊരു ദിശാബോധം, ജീവിതത്തിലെ ഒരു ദിശാബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. അതായത് വിവേക ബുദ്ധിയൊക്കെ കൂടുന്ന സമയമാണ്. ശരി ഏത് തെറ്റേത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് പ്രത്യേകിച്ച് ജന്മരാശിയിൽ ഗുരു നേർസഞ്ചാരത്തിൽ വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. നല്ല ചിന്തകളുണ്ടാകും, നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ളൊരു മനോഭാവം ഉണ്ടാകും, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഊർജം ഉണ്ടാകുന്ന സമയം, അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. വിവാഹം ആലോചനകളൊക്കെ ഈ സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനാണ് ജന്മരാശിയിൽ നേർസഞ്ചാരത്തിൽ വരുന്നത്. അപ്പോൾ വിവാഹ ആലോചനകൾ, അതുപോലെ ഗുരു 10-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തൊഴിലിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ വന്നിട്ടുള്ളവർക്ക് ആ ഇഷ്യൂസൊക്കെ മാറി തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും ഒക്കെ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജന്മരാശിയിൽ 7-ഉം 10-ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരിക വഴി ഉണ്ടാകുന്നത്. അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ പൊതുവെ പ്രശസ്തി ഉണ്ടാകുന്ന സമയമായിരിക്കും. തൊഴിലിടത്ത് നമുക്ക് ഒരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടാവുന്ന ഒരു സമയമാണ്. നേതൃതലത്തിലൊക്കെ ചിലപ്പോൾ ഉയരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വളരെ സാധ്യതയുള്ള ഒരു സമയമായിട്ടും കൂടെ ജന്മ ലഗ്നരാശിയിൽ ആ ഗുരുവിൻ്റെ വക്രസ്ഥിതി മാർഗ വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. പൊതുവേ നമുക്ക് വർക്കിലൊക്കെ ആക്റ്റീവ് ആവും, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ജന്മലഗ്നരാശിയിൽ നിൽക്കുന്ന ഗുരു യഥാർത്ഥത്തിൽ അവരുടെ ഈ 5ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ഭാഗ്യസ്ഥാനത്തേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗുരു 5ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമെന്ന് പറയാം. ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ അവർക്ക് അഡ്മിഷൻ സാധ്യമാവുന്ന സമയമായിരിക്കും. ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. ഏത് കാര്യവും നല്ല രീതിയിൽ അപഗ്രഥിക്കാനുള്ളൊരു കഴിവ്, ഓർമ്മ ശക്തി ഒക്കെ കൂടുന്ന സമയം എന്ന് പറയാം. പൊതുവെ നമുക്ക് അക്കാഡമിക് തലത്തിൽ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഉന്നത വിജയമൊക്കെ സാധ്യമാകുന്ന സമയമായിരിക്കും 5ല് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരിക വഴി. ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. കലാപ്രവർത്തകർക്ക് വളരെ അനുകൂല സമയമായിരിക്കും. ഇപ്പോൾ കലാമേഖലകളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളവർക്ക് അതെല്ലാം മാറി അവരുടെ ഇഷ്ടാനുസരണം ആ കല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമായിരിക്കും. ചിലപ്പോൾ ആ മേഖലയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അംഗീകാരത്തിന് സാധ്യതയുണ്ട്. അതുപോലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുന്ന സമയമായിരിക്കും. നമുക്ക് 5-ാം ഭാവരാശിയിലൊക്കെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ ഉപാസനാധികാരികളിൽ മന്ത്രങ്ങളൊക്കെ ഉരുക്കഴിക്കുന്നതിനും അതുപോലെ മന്ത്രസിദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയം എന്നും കൂടെ പറയാം. പൊതുവേ നമുക്ക് ഉന്നത തലങ്ങളിലൊക്കെ ഉപദേശം നൽകുന്നതിനുള്ള ഒരു കഴിവൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ യോഗ, മെഡിറ്റേഷൻ ഇവയിലൊക്കെ നമ്മൾ ചിലപ്പം ആകൃഷ്ടരാകാം. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകാം. സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് ഈ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ മെല്ലപ്പോക്കോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറി പ്രണയ പങ്കാളിക്കൊക്കെ നല്ല ചിന്തയൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ നമുക്ക് ഈ ഗുരുവിൻ്റെ 5-ാം ഭാവരാശിയിലെ ദൃഷ്ടി കൊണ്ട് പറയാൻ കഴിയും. അതുപോലെ ജന്മരാശി നിൽക്കുന്ന ഗുരു അവരുടെ 7-ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഗുരു 7-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 7-ാം ഭാവാധിപൻ 7-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അത് നമ്മുടെ ഈ പങ്കാളിത്ത ബിസിനസ് വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമുക്കുണ്ടാകാം. ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മാർച്ച് 11 മുതൽ. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. അതുപോലെ നിലവിലുള്ള ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പുതിയ കരാറുകളിലൊക്കെ ചിലപ്പോൾ ഒപ്പിടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതിയ കരാറുകളെ ഏറ്റെടുത്ത് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങൾ വന്നിട്ടുള്ളവർക്ക് ആ നിയമപ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ആ ഗുരുവിൻ്റെ 7ലെ ദൃഷ്ടി വഴിതെളിക്കും. ബിസിനസ്സുമായിട്ട് നമുക്ക് ചിലപ്പോൾ
അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല യാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടിവരും. അതുകൊണ്ടുള്ള നേട്ടങ്ങളുണ്ടാകും. പൊതുവെ പൊതുജനപ്രീതി കൂടുന്ന സമയം എന്ന് പറയാം. അതുപോലെ വിദേശ വ്യാപാരത്തിലായാലും അവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റിലേഷൻഷിപ്പ്, ഇപ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പെട്ടെന്ന് അത് മാറുകയും അതിൽ ജീവിത പങ്കാളിക്ക് നല്ല ചിന്തയുണ്ടാകുകയും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് ആ മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് അനുകൂല സമയമായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മജ്ഞാനം കൂടുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ശരി തെറ്റെന്താണ്, ഇപ്പോൾ ദാമ്പത്യ പ്രശ്നത്തിൽ ഒരു ഇഷ്യൂ വന്നാൽ അത് എന്തുകൊണ്ട് വന്നു, അതിൻ്റെ ശരി എന്താണ് തെറ്റെന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് സ്വയം കറക്റ്റ് ചെയ്തു പോകാൻ ഈ പ്രത്യേകിച്ച് 7-ലെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും. അതുപോലെ വിവാഹ ആലോചനകളിൽ എന്തെങ്കിലുമൊക്കെ മെല്ലപ്പോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി ആ വിവാഹ ആലോചനയൊക്കെ സ്മൂത്ത് ആകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹത്തിനായാലും വിവാഹ ആലോചനകൾക്കായാലും മാരിറ്റൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായാലും ആ 7-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ്. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് ഈ കുഞ്ഞുനാളിലൊക്കെ അവർക്ക് പരിചയമുള്ള അറിയാവുന്ന വ്യക്തിയൊക്കെ ചിലപ്പോൾ അവരുടെ ജീവിത പങ്കാളിയായിട്ടൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദമ്പതിമാർക്കൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ പൊതുവെ അതുപോലെ ഷോപ്പിങ്ങിന് അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതയൊക്കെ ഈ 7-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് കാണുന്നുണ്ട്. അതുപോലെ ഗുരു ജന്മലഗ്നരാശി നിന്നുകൊണ്ട് ഭാഗ്യസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, 9-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഭാഗ്യഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ ഇപ്പോൾ 10-ൽ സഞ്ചരിക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടൊരു ഭാഗ്യാനുഭവം പറയാം. തൊഴിലിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായെന്ന് വരാം, തൊഴിലിൽ ഗുണാനുഭവം ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ നമുക്ക് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 9-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി ആ ഗുരുവിൻ്റെ 9-ലെ ദൃഷ്ടി കൊണ്ട് പറയാം. വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക്, പ്ലാൻ ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിയമമേഖല, അതുപോലെ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട് നിയമം, തത്വശാസ്ത്രം, മാനേജ്മെൻറ്റ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ അത്തരം വിഷയങ്ങളിലൊക്കെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. ഇപ്പോൾ നിയമത്തിൽ PhD ചെയ്യുന്നവരായാലും ഫിലോസഫിയിൽ അതുപോലെ മാനേജ്മെൻറ്റ് തലത്തിലൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവർക്കൊക്കെ ആ 9-ലെ ഗുരുവിൻ്റെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും. വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ നമുക്ക് ധനഭാഗ്യത്തിന് സാധ്യതയുള്ള സമയമാണ്. 9-ലെ പ്രത്യേകിച്ച് ഗുരു ധനകാരകനും കൂടിയാണ്. ആ ധനകാരകൻ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുകയാണ്. ഇപ്പം ദീർഘകാല സാമ്പത്തിക പദ്ധതികളിലൊക്കെ ചേരുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അത് പൊതുവെ നമുക്ക് ഭാവിയിൽ സുസ്ഥിരത ഉറപ്പുവരുത്തുന്ന പദ്ധതികളിലൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ചേരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഉന്നത പഠനത്തിൽ നേട്ടമുണ്ടാകും, ആത്മീയ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും, വിദേശ ബന്ധം വഴി നേട്ടങ്ങളുണ്ടാകും. പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു 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 സ്ഥിതിയായിരിക്കും ഈ ജന്മലഗ്നരാശിയിൽ ഗുരു വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വഴി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഭാഗ്യത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം. ഇനി കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ ഗുരു മിഥുനം രാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. കർക്കിടകക്കൂറുകാരെന്ന് പറയുമ്പോൾ പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഗുരു എന്ന് പറയുന്നത് 6-ാം ഭാവാധിപനുമാണ്, 9-ാം ഭാവാധിപനാണ്, ഭാഗ്യഭാവാധിപനുമാണ്. ആ ഗുരു ഇപ്പോൾ 12-ാം ഭാവരാശിയിൽ സഞ്ചരിക്കുകയാണ്, വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. മാർച്ച് 11 മുതൽ ആ ഗുരു 12-ാം ഭാവരാശിയിൽ നേർസഞ്ചാരത്തിലാവുന്നുണ്ട്. ജൂൺ 1 വരെ ആ ഗുരു 12-ാം ഭാവരാശിയിൽ ആയിരിക്കും. അപ്പോൾ ഈ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് 12-ൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നത്. അപ്പോൾ ഈ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വിപരീത രാജയോഗമാണ്. വക്രത്തിലാവുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ വക്രസ്ഥിതി മാറുമ്പോൾ ആ വിപരീത രാജയോഗത്തിൻ്റെ ഒരു നേട്ടം നമുക്ക് ഉണ്ടാകും. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ സേവനം, തൊഴിൽ,
ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ പെട്ടെന്ന് മാറുന്ന സമയമായിരിക്കും, അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. അതുപോലെ തന്നെ വിദേശ യാത്രകൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ പൊടുന്നനെ മാറും. അതേപോലെ തന്നെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ ആതുര സേവനവുമായി ബന്ധപ്പെട്ടോ ആരോഗ്യ പരിപാലനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ തന്നെ ചിലപ്പോൾ ഈ സമയത്ത് ധനച്ചെലവ് കൂടാനും സാധ്യതയുണ്ട് എന്ന് പറയുക. പ്രത്യേകിച്ച് ധനകാരകനായിട്ടുള്ളൊരു ഗ്രഹമാണ് 12 നിൽക്കുന്നത്. അപ്പോൾ അത് ധനവ്യയം കൂട്ടാൻ ചിലപ്പോൾ ഇടയാക്കാം. പക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനവ്യയമായിട്ട് നമുക്ക് എടുക്കുക. അനാവശ്യ ചിലവായിരിക്കില്ല. ഭാവിയിൽ ഗുണം കിട്ടുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പുണ്യപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനച്ചെലവ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12ൽ നേർസഞ്ചാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സഡനായിട്ടുള്ള ഒരു റിലീഫ് നമുക്ക് കിട്ടും. ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വഴിയൊക്കെ തീർച്ചയായിട്ടും നമുക്കതിൽ ഒരു റിലീഫ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ നമുക്ക് ഏതെങ്കിലും കേസിലൊക്കെ പെട്ടിട്ടുള്ളവർക്ക് വ്യവഹാരങ്ങളിൽ അതിലും നമുക്ക് വിവേകബുദ്ധി അപ്ലൈ ചെയ്താൽ നമുക്ക് ആ കേസിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ജാഗ്രത വേണം. പ്രത്യേകിച്ച് ഗുരു 12ൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ശ്രദ്ധ നല്ലതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളൊക്കെ ചിലപ്പോൾ വന്നുപെടാം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകുന്നത് നല്ലതാണ്. ഗുരു 9ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആ 9ാം ഭാവാധിപനാണ് 12ൽ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഉന്നത പഠനമൊക്കെ വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിദേശത്തെ പഠനം നമുക്ക് നമ്മുടെ ആഗ്രഹപ്രകാരം വിദേശത്തെ പഠനം നടത്തുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി ആ ഗുരുവിൻ്റെ നേർസഞ്ചാരം വഴി ഉണ്ടാകും. അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധനച്ചെലവ് കൂടുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണഫലം ഭാവിയിൽ അവർക്കുണ്ടാകും എന്ന് പറയാം. ഇപ്പം നമുക്ക് കുറച്ച് പണം ചിലവായാൽ തന്നെയും അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു നല്ലൊരു റിവാർഡ്, നല്ല റിസൾട്ട് നമുക്ക് ഭാവിയിൽ ആ ചിലവ് കൊണ്ട് ഉണ്ടാകുമെന്ന് പറയാം. അപ്പം ഭാഗ്യാനുഭവങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ 9ാം ഭാവാധിപനാണ് 12ൽ നിൽക്കുന്നത് എന്നുകൊണ്ട് നമുക്ക് വിദേശ ബന്ധം വഴി എന്തെങ്കിലുമൊക്കെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാവുന്ന സമയമാണ്. ഇപ്പോൾ നമുക്കെന്തെങ്കിലും തെറ്റായിട്ടുള്ള ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു മോശമായിട്ട് ബാഡ് ഹാബിറ്റ് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായി നമ്മുടെ സ്വഭാവങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ ഒരു പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോകേണ്ടുന്ന സമയവും കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഒരു 12ൽ ആ ഗുരുവൊക്കെ വരുമ്പോൾ 12ാം വേഴം എന്നൊക്കെ നമ്മൾ പൊതുവെ പറയും. അതൊരു ചിലവിൻ്റെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും. അപ്പോൾ ഈ 12ാം ഭാവം എന്ന് പറയുന്നത് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടസ്ഥാനമല്ല. എങ്കിലും ആ ഗുരു അതിൻ്റെ 4ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതായത് ആ 12ൻ്റെ 5ാം ഭാവമായിട്ടുള്ള ഈ കർക്കിടകക്കുറുകാരുടെ 4ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം 4ലൊക്കെ ആ ഗുരു ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 12 നിൽക്കുന്ന ഗുരു 4 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അത് മുഖാന്തരമുള്ള ചിലവ്, ഇപ്പോൾ വീട് വാങ്ങാൻ വേണ്ടിയുള്ള ചിലവായിരിക്കാം, അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ വേണ്ടിയുള്ള ചിലവായിരിക്കാം, അല്ലെങ്കിൽ വീട് റിനോവേറ്റ് ചെയ്യാനുള്ള അതിന് വേണ്ടിയുള്ള ചിലവൊക്കെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിലവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് എന്ന് പറയാം. അപ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിനുമൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് കുടുംബത്തിൽ ആർക്കെങ്കിലും ഇപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ളൊരു വിഷയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ശുഭകർമ്മങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ ഈ 12 നിൽക്കുന്ന ഗുരു 4ൽ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ചിലവുകൾ ഉണ്ടാകാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ പഠനത്തിൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്യുന്നതിനൊക്കെ നമുക്ക് കഴിയും. അതുപോലെ മാതാവിന് ഗുണാനുഭവമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും. മാതൃസുഖമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് 4ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുമ്പോൾ. പൊതുവെ കുടുംബത്തിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. വീട്ടിലൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനുള്ള വിശ്രമം ഉണ്ടാകും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. പൊതുവെ നമുക്ക് ദൈവഭക്തിയൊക്കെ കൂടും, ജ്ഞാനമൊക്കെ കൂടുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ കുടുംബത്തിലൊക്കെ ഒരു സമാധാനമൊക്കെ ഉണ്ടാകുന്നതിന് ആ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് അത് കുറയ്ക്കുന്നതിനൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും എന്ന് പറയാം.
അതുപോലെ ഈ 12 നിൽക്കുന്ന ഗുരു അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ 6ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 6ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ 6ാം ഭാവാധിപനും കൂടിയാണ് ഗുരു. 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6ലേക്ക് ദൃഷ്ടിയിടുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ശത്രുക്കളുടെയൊക്കെ ഉപദ്രവം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കുറയ്ക്കുന്നതിന് ഈ ഗുരുവിൻ്റെ 6ലെ ദൃഷ്ടി സഹായകമാകും. പ്രത്യേകിച്ച് സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു സേവന സുഖം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. അതുപോലെ ഹാർഡ് വർക്കിൻ്റെയും അവരുടെ സഹനശക്തിയുടെയൊക്കെ ഒരു റിസൾട്ട്, ഇപ്പോൾ ഈ ഗുരുവൊക്കെ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട് അതൊക്കെ മാറി നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അർപ്പണ മനോഭാവത്തോടുകൂടി വർക്കൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ആ വർക്കിൽ ഒരു അംഗീകാരം കിട്ടുന്ന സമയം എന്നും കൂടെ പറയാം. പൊതുവേ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവിത സ്റ്റൈലിൽ തന്നെ ഒരു മാറ്റം ഈ 6ലെ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകും. അതുപോലെ പ്രത്യേകിച്ച് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം യോഗ, അതുപോലെ ധ്യാനം, അതുപോലെ ഇതിലൊക്കെ ഏർപ്പെട്ട് പോകുന്നതൊക്കെ വളരെ ഗുണം ചെയ്യുന്ന സമയമായിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മനസ്സ് ഫോക്കസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് അച്ചടക്കവും കാര്യങ്ങളൊക്കെ തൊഴിലിടത്ത് ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ ആഹാരത്തിലൊക്കെ ശ്രദ്ധ കൊടുത്തൊക്കെ പോകുന്നവർക്ക് നമുക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ കേസ് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിജയത്തിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ലോണൊക്കെ കിട്ടാൻ വേണ്ടി അപേക്ഷിച്ചിട്ട് ലോൺ കിട്ടാതെ അതിനെന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുള്ളവർക്ക് അതൊക്കെ ആ തടസ്സങ്ങൾ മാറുന്നതിനും ആ ലോൺ കിട്ടുന്നതിനും, അതുപോലെ നമുക്ക് ഈ കടബാധ്യത ഉള്ളവർക്ക് കടമെടുത്ത് തന്നെ കടമെടുത്ത് ആ കടബാധ്യത കുറയ്ക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു വരാം. അപ്പോൾ പൊതുവെ മാതൃബന്ധുക്കളുമായിട്ടുള്ള അകൽച്ച അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ശത്രുത ഇവയൊക്കെ കുറയുന്നതിനും അവരുടെയൊക്കെ ഒരു സഹകരണം നമുക്ക് ഉണ്ടാകുന്നതിനും ഈ ഗുരുവിൻ്റെ 12ാം ഭാവരാശിയിലെ നേർസഞ്ചാരം കൊണ്ടുണ്ടാകും എന്ന് പറയാം. ഇനി ഈ 12 നിൽക്കുന്ന ഗുരു അവരുടെ അതിൻ്റെ 9ാം ഭാവം, അതായത് ഈ കൂറുകാരുടെ 8ാം രാശിയിലേക്ക് ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം ചിലർക്ക് ആ ഗുരു 12 നിന്ന് 8ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം, സാമ്പത്തിക നേട്ടം അവർക്ക് ഉണ്ടാകാം. പ്രത്യേകിച്ച് ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ ഈ ഗവേഷണം നടത്തുന്നവർക്ക്, അതുപോലെ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക്, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ആഡിറ്റിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുരുവിൻ്റെ 8ലെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും. അതുപോലെ ജോയിൻ്റ് സംരംഭങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിനും ആ ഗുരുവിൻ്റെ 8ലെ ദൃഷ്ടിക്ക് കഴിയും. പൊതുവെ അപവാദങ്ങൾ, എന്തെങ്കിലുമൊക്കെ മോശമായ അനുഭവങ്ങളൊക്കെ നേരിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മുക്തി ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം നമുക്ക് നല്ലതല്ലാത്ത, ബാഡായിട്ടുള്ള, അല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ കഴിവതും ഈ സമയത്ത് വിട്ടു നിൽക്കേണ്ടതും കൂടെയാണ് നിങ്ങളുടെ മനസ്സിലാക്കുക. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഗുരു 12ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒരു കെയർ കൊടുത്തു പോവുക. നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ നമ്മൾ അല്പം കെയർ കൊടുത്താൽ പല നേട്ടങ്ങൾ അവർക്ക് ഈ ഗുരുവിൻ്റെ 12ാം ഭാവരാശിയിലാണ് ഗുരു സഞ്ചരിക്കുന്നതെങ്കിലും അതിൽ നിന്ന് നമുക്ക് കുടുംബ സംബന്ധമായിട്ടും വ്യവഹാര സംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടുമൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.